കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബജറ്റ് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ചട്ടങ്ങൾ പാലിക്കാതെയെന്ന് പ്രതിപക്ഷം. ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ടി തുഷാര എത്തിയതോടെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്ഥിരസമിതി യോഗങ്ങൾ കൂടാതെ പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും ഇത് നിയമലംഘനമാണെന്നും ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മുൻകാലങ്ങളിൽ UDF ഉൾപ്പെടെ ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചതെന്ന് തിരിച്ചടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും നിയമാനുസൃതമായുമാണ് ബജറ്റ് തയ്യാറാക്കിയതെന്ന് വ്യക്തമാക്കി. ഇതോടെ യോഗത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ നടന്നത് വലിയ രീതിയിലുള്ള വാക്കേറ്റം. വകുപ്പനുസരിച്ച് തയ്യാറാക്കിയതും അനുവദിച്ചതുമായ വികസന പദ്ധതികളുടെ ചിലവ് ഉൾപ്പെടെയുള്ള അടുത്ത വർഷത്തേക്കുണ്ടാകാനിടയുള്ള വരവ് ചിലവുകളുടെ വിശദമായ എസ്റ്റിമേറ്റ് ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ഓരോ വർഷവും ജനുവരി 15 മുമ്പായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സെക്രട്ടറി അതത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും നൽകുന്ന എസ്റ്റിമേറ്റുകളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഏതെല്ലാം തീയതികളിൽ ബഡ്ജറ്റ് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെടും. മുന്നേ ഇരുന്ന 4 പ്രസിഡന്റുമാർ ഈ സ്റ്റേജിലിരിക്കുന്നു. ഈ പറയുന്ന പ്രസിഡന്റുമാർ ഈ ചട്ടപ്രകാരം ഏതെങ്കിലും ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം ഇവിടെ ഈ രീതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൂടി നടപ്പിലാക്കിയായിരുന്നു ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാൻ കഴിയുമോ? എല്ലാം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര പൂരകം എന്നുള്ള നിലയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വൈസ് പ്രസിഡന്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും പരമപ്രധാനമായ കമ്മിറ്റി. ആ കമ്മിറ്റി കൂടി ജനറൽ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് അംഗീകരിച്ചാണ് നമ്മൾ എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഏതാണ്ട് പറയും പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറച്ചധികം ദിവസമായി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിനെ താറുമാറാക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ബജറ്റ് ഇവിടെ അവതരിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാര് ഈ കാര്യങ്ങൾ യാതൊന്നും, ഞാനും അവരുടെ കൂടെ അംഗമായിരുന്നതും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നതും ഇവിടെ എനിക്ക് മുമ്പേ ഇരുന്ന പി അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നതും സാബു എബ്രഹാം അടക്കം അതിനുശേഷം ഇങ്ങോട്ട് വന്ന ഷീല സത്യനും സുഭിലാഷും ഷെർലി തങ്കപ്പനും അടക്കം നളിനിയമ്മ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ കൂടിയിരുന്ന സമിതി അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഈ നിലയിൽ ഇങ്ങനെ തന്നെയായിരുന്നു ബജറ്റ് എല്ലാ കാലവും പോയത്. ഇപ്പം മാത്രം ഒരു പുതുമയാർന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നിങ്ങൾ പറയുന്നത് ചട്ടം തന്നെയാണ്. ചട്ടം കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടി തന്നെയാണ് ഉന്നയിച്ച അദ്ദേഹം കമ്മിറ്റിയിൽ വന്നില്ല. അംഗം ഒരാൾ കൂടെ ഉണ്ട്. കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ യോജിക്കാൻ വേണ്ടി ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബജറ്റിലെ നിർദ്ദേശങ്ങളും ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഇതിനിടെ വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരണം ആരംഭിച്ചു. പ്രതിഷേധം വകവയ്ക്കാതെ വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരണം ആരംഭിച്ചതോടെ UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. നാളെയാണ് ബജറ്റ് ചർച്ച. പിന്നീടാകും ബജറ്റ് പാസാക്കുക. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.